കോവിഡ് കാലത്താണ് അനീഷയുടെ പിതാവ് വീട്ടിൽ വളർത്തിയിരുന്ന 4 കറവ പശുക്കളെ മകൾക്ക് വരുമാനമാർഗമെന്ന നിലയിൽ വളർത്താൻ നൽകിയത്. ചെറുപ്പത്തിലെ പശുക്കളോട് കൂട്ടുകൂടിയിരുന്ന അനീഷയ്ക്ക് ആ 4 പശുക്കൾ പിന്നീട് ജീവനും ജീവിതവുമായി മാറുകയായിരുന്നു. പാല് വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു വിദ്യാർത്ഥികളായ 3 പെൺമക്കളും ഉൾപ്പെട്ട കുടുംബത്തിനെ പിന്നീട് മുന്നോട്ട് നയിച്ചത്. പ്രതിസന്ധികൾ ഓരോന്നായി പിന്തുടർന്നപ്പോഴും പശുവളർത്തൽ തന്നെയാണ് തന്റെ ജീവിത നിയോഗമെന്ന് മനസ്സിലുറപ്പിച്ച ബികോം ബിരുദധാരിയായ അനീഷ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് 4 പശുക്കളെ കൂടി വാങ്ങി. ചെറിയ രീതിയിൽ ഒരു ഫാമും ആരംഭിച്ചു. ഹോട്ടലുകളിലും വീടുകളിലും പാൽ വിൽപ്പന തകൃതിയായതോടെ ആത്മവിശ്വാസം ഇരട്ടിയായി. ക്രമേണ പശുക്കളുടെ എണ്ണം 15-ലെത്തി. ഫാമിന്റെ ഭൗതിക സൗകര്യങ്ങളും വിപുലമാക്കി. ഇള എന്ന പേരിൽ പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിലെത്തിച്ചു. വലപ്പാട്, എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം എന്നീ 4 പഞ്ചായത്തുകളിൽ ഇള ഇന്ന് പ്രിയപ്പെട്ട ബ്രാൻഡായി മാറി. ഇപ്പൊ നമ്മള് നിലവില് പാല് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരുണ്ട്, സംഭാരുണ്ട്. ഇത് 3 നമ്മളുടെ പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്തതായിട്ട് കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി, ജില്ലാ മിഷന്റെ സഹായത്തോടു കൂടി ഞാനൊരു പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഒരു ബട്ടറാണ് ഉദ്ദേശിക്കുന്നത്. ഇള ബ്രാൻഡിൽ ബട്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ അതിൻ്റെ പ്രവർത്തനത്തിലാണ്. അത് പെട്ടെന്ന് തന്നെ അടുത്ത മാസത്തോടു കൂടെ തന്നെ നമ്മത് വിപണിയിൽ ഇറക്കും. 2020-ൽ 4 പശുക്കളിൽ നിന്ന് തുടങ്ങി 4 വർഷം തികയുമ്പോൾ നാടൻ ഇനങ്ങൾക്ക് പുറമെ ജഴ്സി, HF, ഗീർ തുടങ്ങിയവ ഉൾപ്പെടെ 15-ലെത്തി നിൽക്കുമ്പോൾ അത് പെൺകരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും പ്രതീകം കൂടിയാണ്. കുടുംബശ്രീയുമായി ചേർന്ന് വൈവിധ്യമാർന്ന പാലുൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനാണ് അനീഷയുടെ അടുത്ത ലക്ഷ്യം. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിവിധയിടങ്ങളിൽ വെറ്ററിനറി വിദ്യാർത്ഥികൾക്കിപ്പോൾ പശുപരിപാലനവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നയിക്കുന്നതും അനീഷയാണ്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.